നമ്മൾ വീടുകൾ ഉണ്ടാക്കിയപ്പോൾ, വീടുകൾ പുനർനിർമ്മിച്ചപ്പോൾ, വീടുകളിൽ റിപ്പയറോ മോഡിഫിക്കേഷനോ വരുത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയിട്ടുണ്ടാവും. ഒരു കുളിമുറിക്കാൻ 2 ലക്ഷക്കണക്കിന് ചിലവാക്കണം, പിന്നെയല്ലേ. അതിൻ്റെ 1% ചോദിക്കുന്നുള്ളൂ. ചിദാനന്ദപുരസ്വാമിക്ക് തരാനാണോ? അല്ല. പിന്നെ ഇതിനെ ചോദിക്കുന്നത് പറയണത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 1% പൈസ ചിലവഴിച്ചാൽ മതി മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ത്തി ഇറക്കാൻ. എത്ര പേര് ചെയ്യുന്നുണ്ട്? പകരം മുറ്റത്തടക്കം ടൈൽസ് ഇട്ട് ഒരു തുള്ളി വെള്ളം ഭൂമി കുടിക്കാത്ത മാതിരിയാക്കും. എന്നിട്ട് കുഴലും വെച്ച് നേരെ കടലിലേക്ക് അങ്ങോട്ട് എത്തിക്കുക. ഏറ്റവും അധികം മഴ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഭൂഗർഭജലവും ഭൗമജലവും താണ് പോയിക്കൊണ്ടിരിക്കുക. അപകടകരമായൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൗമജലവും താണു, ഭൂഗർഭജലവും താണു. വലിയ ചെലവുള്ള വലിയ ഒരു ഓവർഹെഡ് ടാങ്ക് ഒന്നും ഉണ്ടാക്കണ്ട. ഭൂമിയുടെ ഉള്ളിലേക്ക് ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിൽ നിന്ന് കിണറിലേക്ക് റീചാർജ് ചെയ്യുന്ന മാതിരി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഒരു 5 കൊല്ലം കൊണ്ട് എത്ര മാറ്റം വരും നമ്മുടെ വാട്ടർ ടേബിളിന്. തീർത്തും അശുദ്ധമായി ഉപയോഗശൂന്യമായ വെള്ളം ഒരു സംശയമില്ല, ഗ്യാരണ്ടി തരുന്നു, 3 കൊല്ലം കൊണ്ട് കുടിക്കാൻ യോഗ്യമായി തീരും. പരീക്ഷിച്ച് അനുഭവിച്ചിട്ടേ പറയുന്നുള്ളൂ, അല്ലാതെ പറയുന്നില്ല. ഇതിനേക്കാൾ പ്രയോജനപ്രദമാണ് ഉപേക്ഷിക്കപ്പെട്ട ബോർവെൽ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ചെറിയൊരു ടാങ്കോ ഒരു കാനോ വെച്ചിട്ട് മഴവെള്ളം അതിലേക്ക് ആക്കുക മതി, വേറെ ഒന്നും ചെയ്യണ്ട. അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊങ്ങി ഗ്രൗണ്ട് വാട്ടറായി മാറും. പരീക്ഷിച്ച് വിജയിച്ചതേ പറയുന്നുള്ളൂ, അല്ലാതെ പറയുന്നില്ല. ഇതൊക്കെ യജ്ഞങ്ങളാണ്.